നമസ്കാരം. അതിവിശേഷപ്പെട്ടതായ ഒരു തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് വിശേഷപ്പെട്ട ചിത്രമാണ്. ആദ്യത്തേത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ ചിത്രമാണ്. രണ്ടാമത്തേതായ ചിത്രം ഭദ്രകാളി ദേവിയുടെ ചിത്രമാണ്. ഈ രണ്ട് വിശേഷപ്പെട്ടതായ ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഒരു നിമിഷം ഓം ക്രീം കാളി എന്നോ ഓം നമോ നാരായണായ എന്നോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. ആദ്യത്തെ ചിത്രമായ ഗുരുവായൂരപ്പൻ്റെ അഥവാ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ആ ചിത്രവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. ഒരുപാട് പോരാടുന്ന വ്യക്തികൾ തന്നെയാണ് ഇവർ. പല കാര്യങ്ങൾക്ക് വേണ്ടിയും കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് വേണ്ടി ചില വ്യക്തികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. കാരണം നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അവർക്കറിയാം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകണം എന്നും അവർക്ക് അതിയായി ആഗ്രഹമുണ്ട്. പലരും ചതിക്കുന്നു എങ്കിൽ പോലും നിങ്ങൾക്ക് ചേർത്ത് നിർത്തുവാൻ സാധിക്കുന്ന പലരും നിങ്ങൾക്കൊപ്പമുണ്ട് എന്നത് കരുത്ത് തന്നെയാണ്. അത് പ്രകടമാകുന്ന പല സാഹചര്യങ്ങളും ജീവിതത്തിലുണ്ട്. ഇപ്പോൾ ചില കാര്യങ്ങളിൽ വിഷമമുണ്ട്. ചില വ്യക്തികളെ മനസ്സിലാക്കുവാൻ അല്പം വൈകിപ്പോയി എന്നൊരു വിഷമവും നിങ്ങൾക്ക് ഉള്ളതായി കാണുന്നു. ഈ സമയം പല കാര്യങ്ങളിലും റിലേഷൻഷിപ്പ്, ജോലി, സാമ്പത്തികം ഇത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വളരെയധികം കഷ്ടപ്പെടുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പരിശ്രമങ്ങൾ നടത്തുന്നു എങ്കിലും ഫലം കാണാത്തതായ സാഹചര്യം, അവസ്ഥ വളരെ മോശമാണ് എന്ന് പറയാം. അത് ധനപരം തന്നെയാകണം എന്നില്ല. ഇത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അവശതകൾ അനുഭവിച്ചു പോരുന്ന വ്യക്തികളാണ് നിങ്ങൾ. പല കാര്യങ്ങളും ഇനി വേണ്ടതില്ല, മതിയാക്കാം എന്ന് പോലും ചിന്തിച്ചു പോകുന്ന സാഹചര്യം. ചിലരുടെ അവഗണനയാലാകാം. എന്നാൽ ചിലർ നിങ്ങൾക്കൊപ്പം അടിയുറച്ച് നിൽക്കുന്നതിനാൽ അവരുടെ പിന്തുണയാൽ മുന്നോട്ട് പോയാൽ കൊള്ളാം. അവരുടെ പ്രാർത്ഥനയാൽ പലപ്പോഴും കാര്യങ്ങൾ അനുകൂലമാകുന്നത് നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന അല്ലെങ്കിൽ അറിവുള്ള കാര്യം തന്നെയാണ്. എന്നാൽ തോറ്റ് പിന്മാറാൻ പാടില്ല എന്ന് ചിലർ നിങ്ങളെ ഉപദേശിക്കുന്നു എന്നതും വാസ്തവമാണ്. അത് നിങ്ങൾക്ക് ഉറച്ച വിശ്വാസവും ആത്മവിശ്വാസവും നൽകുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും മൂല്യം ലഭിക്കാത്ത അവസ്ഥയുണ്ട്. മടുപ്പ് പോലും തോന്നുന്നതായ അവസ്ഥ. പലരും ചതിക്കുന്നതായ, ഒറ്റപ്പെടുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ ഒറ്റപ്പെടുത്തുവാൻ പലരും ശ്രമിക്കുന്നു എങ്കിലും പലരും നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന സാഹചര്യവുമുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴുള്ള ധൈര്യം എന്നും നിസ്സംശയം പറയാം. കൂടാതെ ഈ സമയം ചില കാര്യങ്ങൾ അത് ലക്ഷ്യമായി തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ കാര്യങ്ങൾക്കായി നിങ്ങൾ ഇറങ്ങേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ശക്തമായ ഒരു മുന്നേറ്റം കാഴ്ചവെക്കുവാൻ സാധിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങൾ മാറാം. ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഫലം ലഭിക്കാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാവുന്ന സമയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്ന കാര്യവും ഈ സമയം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഒരു വിജയം കണ്ടെത്തുവാൻ സാധിക്കുന്ന സമയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് വിജയങ്ങൾ വന്നെത്തുവാനുള്ള അവസരങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ സമയം വഴിത്തിരിവ്, ട്രാൻസ്ഫർമേഷൻ പോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാണ്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കടന്നു വരണം എന്ന ആഗ്രഹവും മനസ്സിൽ സൂക്ഷിക്കുന്നവർ തന്നെയാണ്. ഈ സമയം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ പോരാടി വിജയങ്ങൾ നേടുവാൻ സാധിക്കും. മാത്രമല്ല ഭഗവാൻ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവഭേദ്യമാകുന്ന സാഹചര്യം പോലുമുണ്ട്.
ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവവേദ്യമാകാം. അവസരങ്ങൾ തന്നെയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുക. ശ്രദ്ധ വളരെ അനിവാര്യമായ ഒരു സമയമാണ്. പദ്ധതികൾ, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ പരിശ്രമങ്ങൾ നടത്തുന്നു എങ്കിൽ അതിൽ വിജയം കാണുവാനുള്ള സാധ്യതകളുണ്ട്. വളരെ വേഗത്തിൽ പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കുന്ന വ്യക്തികളായി തന്നെ മാറാം. പല കാര്യങ്ങൾക്കും ഒരു ആരംഭം കുറിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അനുകൂലമായ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. അത് ധനപരമായും പരീക്ഷകളിലാണ് എങ്കിലും അത്തരം കാര്യങ്ങളിൽ ധന നേട്ടങ്ങൾക്കുള്ള വിജയമോ വിദ്യയിലുള്ള വിജയമോ നിങ്ങളിലേക്ക് വന്നു ചേരാം. ഈ സമയം ഏത് കാര്യവും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. തീർച്ചയായും ധനപരമായി മെച്ചപ്പെടുന്ന സമയമാണ്. സമ്പാദിക്കാനുള്ള അവസരങ്ങളുമുണ്ട്. ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകണം. അവസരങ്ങൾ കൃത്യമായി നിങ്ങളിലേക്ക് വന്നു ചേരും. കാളിദേവിയുടെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ അത് സാധ്യമാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുവാൻ ശ്രമിക്കുമ്പോൾ ചിലർ തടസ്സമായി നിൽക്കുന്ന അവസ്ഥയുണ്ട്. അത്തരത്തിൽ പല പ്രശ്നങ്ങളും അനുഭവിച്ചു പോരുന്ന നിങ്ങൾക്ക് ഒരു മാറ്റം അനിവാര്യമായ സാഹചര്യമാണ് എന്ന് പറയാം. പലരും നിങ്ങളെ പല കാര്യങ്ങളും തിരിച്ചറിയുവാൻ സാധിക്കാത്തതായ ഒരു സാഹചര്യമുണ്ട്. ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് അനിവാര്യമായ ഒരു സമയം തന്നെയാണ്. അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറെ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും പല കാര്യങ്ങളും നടക്കാതെ വിഷമിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട്. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും നടക്കാത്തതായ കാര്യങ്ങൾ. എന്നാൽ നിങ്ങൾക്കൊപ്പം ചിലരെങ്കിലും ഉണ്ട് എന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പല കാര്യങ്ങളിലും അവർ ഒപ്പമുള്ളത് പോലും നിങ്ങൾക്ക് ആശ്വാസമുണ്ട്. അവരുടെ പ്രാർത്ഥനയാൽ അത് കുടുംബാംഗങ്ങളാകാം, സുഹൃത്താകാം, പങ്കാളിയാകാം. അത്തരത്തിൽ ചില വ്യക്തികളുടെ ഒരു പിന്തുണ, പ്രാർത്ഥനയുള്ളതിനാൽ തന്നെയാണ് പലപ്പോഴും പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നത് എന്നൊരു ബോധ്യവും നിങ്ങൾക്കുണ്ട്. അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. പലപ്പോഴും കാര്യം നടക്കുമോ ഇല്ലയോ എന്ന ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. അത്തരം കാര്യങ്ങൾ പോലും പലപ്പോഴും നിങ്ങൾക്ക് സംശയം ഉളവാക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പലർക്കും ഉത്തരം നൽകുവാൻ സാധിക്കുന്നുമില്ല. പ്രശ്നപരിഹാരം ലഭിക്കുന്നുമില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അതിനു മുൻപായി തന്നെ പല കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഉടനെ പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങൾ നടക്കണം എന്നില്ല. ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ചില വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട്. ചില ബന്ധങ്ങൾ നിലനിർത്തേണ്ടത് അനിവാര്യമാണ് എന്ന ബോധ്യത്തോടെ മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. ഏറെ ആഗ്രഹങ്ങൾ നടന്നിട്ടും ചില കാര്യങ്ങൾ നടക്കാതാകുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും നടക്കാതെ വരുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്നും നിങ്ങൾ മാറരുത് എന്ന കാര്യവും ഓർക്കുക. പല കാര്യങ്ങളും നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി അമ്മ മഹാമായ തീരുമാനിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നടക്കുക. അതിനാൽ ഇപ്പോൾ എത്ര തന്നെ വിഷമതകൾ നിങ്ങൾ അനുഭവിച്ചാലും വിഷമിക്കേണ്ടതായിട്ടില്ല. അമ്മയാണ് നിങ്ങൾക്കൊപ്പമുള്ളത്. അതിനാൽ മാറ്റങ്ങൾ പ്രകടമാവുക തന്നെ ചെയ്യും. ഈ സമയം എന്താണ് നിങ്ങളുടെ കഴിവുകൾ, അത് എപ്രകാരം വിനിയോഗിക്കുവാൻ സാധിക്കും, ആരെല്ലാം കൂടെയുണ്ടാകും, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അമ്മ തന്നെ കാട്ടിത്തരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. വളരെയധികം ആത്മവിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടെയും നിങ്ങൾ പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. എന്നാൽ പലപ്പോഴും അത് പലരും തിരിച്ചറിയുന്നില്ല. അതിലൊരു മാറ്റം വന്നു ചേരാം. ആവശ്യമായ സഹായവുമായി അമ്മ വിവിധ രൂപത്തിൽ നിങ്ങളിലേക്ക് കടന്നു വരുന്ന സാഹചര്യമുണ്ട്. അത് നിങ്ങൾ സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോവുക. തോറ്റുപോയിടത്തു നിന്നും പല വ്യക്തികളും
തിരിച്ചു വരുകയും വിജയിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഒന്നിലധികം സമയം ഭഗവാൻ ഇത്തരത്തിൽ അമ്മ മഹാമായയാണ് എങ്കിലും നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവഭേദ്യമായ കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയാകാം. എപ്പോഴും പോസിറ്റീവായി തന്നെ നിങ്ങൾ ഇരിക്കണം. അതിന് പിറകിൽ തീർച്ചയായും നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങളുടെ സൂചന തന്നെയാണ്. ഇപ്പോൾ ദുഃഖിക്കുന്നു എങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്ന ശുഭകാര്യങ്ങളുടെ മുന്നോടിയായി തന്നെയാണ്. ധൈര്യത്തോടെ തന്നെ ഈ സമയം മുന്നോട്ട് നിങ്ങൾ പോകണം. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും.